ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ അവൽ വിളയിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റോടുകൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഈ ഒരു കപ്പിന് 2 കപ്പ് അളവിലുള്ള ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് പാനിയായിട്ട് എടുത്തു കൊടുക്കാം. ഇതിൽ അഴുക്കൊന്നുമുള്ള ശർക്കരയല്ല, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ അതൊന്ന് മെൽറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ കപ്പിന് തന്നെ 2 കപ്പ് അളവിലുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവലല്ല കേട്ടോ, തീരെ കനം കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കരിയാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ പച്ച ചുവയൊന്നും മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ചീനിച്ചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴേക്കും ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്ത് അവലൊന്ന് വിളയിച്ച് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചെറുപയർ പരിപ്പ് എല്ലാവരും ഒന്നും ചേർക്കില്ല, പക്ഷെ ഞാനിത് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ചീനിച്ചട്ടിയിൽ തന്നെ 1 സ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതും കരിയാൻ പാടില്ല, ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ശർക്കരപ്പാനി ഈ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അഴുക്കില്ലേലും ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് അരിച്ച് കൊടുത്ത് അത് ഒഴിച്ചതിന് ശേഷം ഇനി അതിലേക്ക് ഈ കപ്പിന് തന്നെ 2 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ വേണം ഇത് കൂടുതൽ എടുക്കാം, പക്ഷേ ഇപ്പം തേങ്ങ അധികം എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയോടൊപ്പം തന്നെ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കാം കേട്ടോ. പക്ഷേ ഇതിലേക്ക് എനിക്ക് ചെറിയ ജീരകത്തിൻ്റെ രുചി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അവൽ ഈ ശർക്കരയിലും ഈ തേങ്ങയുടെ കൂട്ടിലും ഒക്കെ കൂടെ നന്നായിട്ട് മുങ്ങി വരണം. ആ രീതിയിൽ, അതായത് പൊതിഞ്ഞ് നിൽക്കണം, ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ആക്കി എടുക്കണം. അതായത് ഈ ചെറു തീയിലിട്ട് ഈ ശർക്കര പാനി വറ്റിച്ച് വേണം നമ്മൾ എടുക്കാൻ. കണ്ടോ, ഇപ്പം ചെറുതായിട്ട് വെള്ളമുണ്ട്. നമ്മൾ ചെറു തീയിലിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് എടുത്ത് കഴിയുമ്പോൾ, അതായത് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് വറ്റി കിട്ടും. ഇപ്പോൾ അത് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് അവൽ ഇതിലേക്ക് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂനട്ടും എള്ളും ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് കൊടുക്കാം. ഇനി ഇത് ആറിയതിന് ശേഷം വേണം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാനായിട്ട്. കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.